ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നോട് കുറേ പേര് പറഞ്ഞതാണ് ഈ ഒരു കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ്സിൻ്റെ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ ചെയ്യുമെന്നുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റിൻ്റെ എഡിറ്റിംഗ് ട്യൂട്ടോറിയലാണ്. നമ്മൾ ഫസ്റ്റായിട്ട് നമുക്കിപ്പോൾ വേണ്ടത് ക്യാൻവ. ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ സെൻറ്ററിലായിട്ട് വരുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം കസ്റ്റം സൈസിൽ പോയിട്ട് നിങ്ങൾ യൂണിറ്റുള്ളടുത്ത് ഞാൻ ഇപ്പോൾ ഇഞ്ചാണ് എടുത്തത്, സോ സെൻറ്റിമീറ്ററാണ് എടുക്കേണ്ടത്. സെൻറ്റിമീറ്റർ എടുത്തിട്ട് വിഡ്ത്തും ഹൈറ്റും 10 ആക്കി കൊടുക്കാം. എന്നിട്ട് ക്രിയേറ്റ് ഡിസൈൻ നീക്കി കൊടുക്കാം. അപ്പോൾ നമുക്കൊരു പുതിയൊരു ഡിസൈൻ കിട്ടും. അപ്പോൾ അതിൽ വേണം നമ്മൾ കസ്റ്റമൈസ് ചോക്ലേറ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഓപ്പണായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനുശേഷം നിങ്ങൾ എലമെൻറ്റ്സ് പോയിട്ട് സ്പ്ലാഷ് എഫക്റ്റ് എന്നൊന്ന് അടിച്ചു കൊടുക്കാം. സോ സ്പ്ലാഷ് എന്ന് അടിച്ചാൽ മതി, സ്പ്ലാഷ് എഫക്റ്റ് എന്ന് അടിക്കേണ്ട. സ്പ്ലാഷ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കുറേ സ്പ്ലാഷ് എഫക്റ്റ് എൻ്റെ അത് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ഏതാണോ വേണ്ടി വെച്ചാൽ അത് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ എടുക്കുന്നത് എനിക്ക് ഇപ്പോൾ ആവശ്യമുള്ള ഏതാ വെച്ചാൽ അതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഞാൻ കുറേ ടൈപ്പ് ഇതിലുള്ളത് ചെയ്തിരിക്കണേ. സോ ഇനിയുള്ള വീഡിയോസിലൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തത് ഈ ഒരു എഫക്റ്റാണ്. ഇതിൽ തന്നെ കളേഴ്സ് ചേഞ്ച് ചെയ്യാനും പറ്റും. അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, കളേഴ്സ് എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നുള്ളത്. ഈ ഒരു കളർ ഞാനിപ്പോൾ സേവ് ചെയ്യുന്നുണ്ട്. സോ ഇനി വേറൊരു കളർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏത് പിക്കാണോ ആ ഒരു ഇതിലേക്ക് ആഡ് ആക്കേണ്ടത് വെച്ചാൽ ആ പിക്ചർ നമ്മൾ ഫസ്റ്റ് അപ്ലോഡ്സിൽ പോയിട്ട് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ എനിക്കിപ്പോൾ ഏത് പിക്ചറായി വേണ്ടി വെച്ചാൽ ഞാൻ അതെടുക്കും. അതെടുത്തതിന് ശേഷം നമ്മളതൊരു സൈഡിലേക്കാക്കി വെച്ച് കൊടുക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു കളറാണ് ഈ ഒരു സ്പ്ലാഷ് എഫക്റ്റിലേക്ക് ഇടേണ്ടത്. അപ്പോൾ അതും സൈഡിലേക്ക് വെച്ചിട്ട് ആ ഒരു സ്പ്ലാഷ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കാണാം, കളർ എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾ ഈ ഒരു ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള കളർ അവിടെ കിട്ടും. ആ ഒരു ഡ്രസ്സിൻ്റെ കളർ തന്നെ ചിലപ്പം കിട്ടും. അപ്പോൾ ആ ഒരു കളർ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു കളറൊന്ന് സേവ് ചെയ്തിട്ട് ഇത് സേവ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഫോട്ടോ ആഡ് ആക്കണം. അപ്പോൾ ഞാൻ ഫോട്ടോ ആഡ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പിക്സാർട്ടാണ്. പിക്സാർട്ടിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ ആർക്കും പറ്റുന്നുണ്ടാവില്ല. അത് ഞാൻ പർച്ചേസ് ചെയ്തതുകൊണ്ടാണ് എനിക്കിപ്പം റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. 99 രൂപ കൊടുത്തിട്ട് ഞാൻ പർച്ചേസ് ചെയ്തതുകൊണ്ട് അതൊരു 1 ഇയർ 2 ഇയർ ഉണ്ട്. കറക്റ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്കിപ്പം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്ലാരിറ്റിയിൽ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിക്സാർട്ട് തന്നെ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഒരു ടൈം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. നമുക്ക് വേണ്ട ഫോട്ടോ ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ കാണാം. അത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആ ഫോട്ടോ മാത്രം എടുക്കാൻ പറ്റും. എന്നിട്ട് അത് നമുക്ക് എങ്ങനെയാണോ എവിടെ വെക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സെൻറ്ററിലായിട്ട് വെക്കണം. നമുക്ക് ചോക്ലേറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സൈസിലാണ് വെക്കേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അഥവാ ഇതിൽ വലുപ്പം കൂടിപ്പോയി കഴിഞ്ഞാൽ ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പം അതൊന്നായിട്ട് ഒന്നെങ്കിൽ ചിലപ്പം ഫോട്ടോ അപ്പുറത്തെ സൈഡിലായി പോകും. അതുകൊണ്ട് നമ്മൾ സെൻറ്ററിലേക്കായിട്ട് ഒരു 3 സെൻറ്റിമീറ്ററിൻ്റെ അല്ലെങ്കിൽ 4 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ പിക്ചേഴ്സും ക്യാപ്ഷനും ആഡ് ആക്കാൻ നോക്കണം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.